സത്യലോകത്തേക്ക് മടങ്ങാൻ പുറപ്പെട്ടു ദേവി. ആ നദിക്കരയിലിരുന്ന് തപസ്സനുഷ്ഠിച്ചിരുന്ന ചില യോഗിമാർ സരസ്വതി ദേവിയുടെ സാന്നിധ്യം തപശക്തി കൊണ്ട് മനസ്സിലാക്കിയിരുന്നു. അവർ ദേവിയെ കാണാൻ ബന്ധപ്പെട്ടു ചെന്നു. കയ്യിൽ അറിവിന്റെ പുസ്തകവുമായി തന്റെ ശരിയായ രൂപത്തിൽ കാണപ്പെട്ട ദേവിയോട് അവർ കൈകൂപ്പി തൊഴുതപേക്ഷിച്ചു. അമ്മേ, ദേവിയെ കൂടാതെ ഞങ്ങൾ നിസ്സഹായരാണ്. അവിടുന്ന് ഞങ്ങളുടെ ദേവതയാണ്. ഭൂമിയിൽ ഞങ്ങളെ സഹായിക്കാൻ നിന്തിരുവടി ഒപ്പം നിൽക്കുകയില്ലേ? ഗൂഢസ്മിതത്തോടെ ദേവി മറുപടി ചൊല്ലി, എനിക്ക് ബ്രഹ്മദേവന്റെ അടുത്തു ചെന്ന് അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിൽ സഹായിച്ചേ തീരൂ. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ തട്ടിയ പ്രാർത്ഥന ഞാൻ സ്വീകരിക്കുന്നു. എന്റെ ശക്തിയുടെ ഒരു ഭാഗം നദിയായി ഇവിടെ ഒഴുകും. എന്റെ പേരിൽ തന്നെ ആ നദി അറിയപ്പെടും. പ്രയാഗിൽ പിന്നീട് ഈ നദി ചെന്ന് ഗംഗ യമുന ദേവതമാരോട് യോജിക്കും. ഞങ്ങളുടെ സംഗമസ്ഥാനം പ്രയാഗ് രാജ് എന്നറിയപ്പെടും. അതിനുശേഷം ഞാൻ ഗംഗയിൽ ലയിച്ചു ചേരും. ഇത്രയും പറഞ്ഞ് ദേവി അപ്രത്യക്ഷയായി. അങ്ങനെയാണ് സരസ്വതി നദി ഭൂമിയിൽ ഒഴുകാൻ തുടങ്ങിയത്. ചിലയിടങ്ങളിൽ പ്രതലത്തിനടിയിൽ കൂടി ഒഴുകുക മൂലം ഗുപ്തഗാമിനി എന്നുകൂടി അറിയപ്പെടുന്നു ഈ നദി.